ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് മദിരാസി റിവ്യൂലോട്ടാണ്. ഡയറക്ടർ റൈറ്റർ AR മുരുകദാസ്. ഈ മുരുകദാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറായിരുന്നു. പഴയ സിനിമകളൊക്കെ കണ്ട് പുള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കറിയാം. കത്തിക്ക് ശേഷം പുള്ളി ഗതി പിടിച്ചിട്ടില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ ഗതി പിടിക്കാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി തന്നെയാണ് പുള്ളിയുടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറയാം. അപ്പോൾ പുള്ളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് ഗജനിയാണ്. ഗജനി ആദ്യത്തെ സിനിമ ദീനെ വെച്ച് ചെയ്ത്, പിന്നെ ഏഴാം അറിവ് ആ സമയത്ത് നല്ല ബഡ്ജറ്റ് വന്നു. എങ്കിലും അത് വലിയ അവർ പ്രതീക്ഷിച്ച രീതിയിൽ ഉയർന്നില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു പടം കൂടിയായിരുന്നു അത്. പിന്നെ തുപ്പാക്കി കത്തിയൊക്കെ ആയി കഴിയുമ്പോൾ പുള്ളി വേറൊരു ലെവലിലോട്ട് മാറി. പിന്നെ പുള്ളി തന്നെയാണ് പിന്നെ തമിഴ് ഹിന്ദി ഗജനി ഉണ്ട്. അതിൽ അറിയാം സൂര്യയുടെ അത്രയും വരുത്തില്ല അമീർ ഖാൻ, സൂര്യയുടെ അത്രയും വരുത്തില്ല. കത്തിക്ക് ശേഷം പുള്ളി കുറേ കോടാലി പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ സൊനാക്ഷി സിൻഹയൊക്കെ വെച്ച് കുറേ കോടാലി പടങ്ങളൊക്കെ ചെയ്താണ് പുള്ളി ഇങ്ങനെ ഡൗൺ ആയി പോയത്. അതിൻ്റെ ഇടയ്ക്ക് തുപ്പാക്കി പുള്ളി തന്നെ ഡയറക്ഷൻ ചെയ്ത പടം ഹിന്ദി കൊണ്ടുപോയി കുളവാക്കിയതും പുള്ളി തന്നെ. അക്ഷയ് കുമാറിനെ വെച്ച് ഹോളിഡേ എന്നൊക്കെ പറഞ്ഞ പടം. അപ്പം അതിനുശേഷം പുള്ളിക്ക് രാശി തെളിയാൻ വേണ്ടി പുള്ളി എല്ലാം ഈ ഒരു ഇറി. ആ എന്ന് പറഞ്ഞാൽ തെലുങ്കിലെ സ്റ്റാർ മഹേഷ് ബാബുവിന് വേണ്ടി സ്പൈഡർ, പിന്നെ തളപതി വിജയ്ക്ക് വേണ്ടി സർക്കാർ, പിന്നെ സൂപ്പർ സ്റ്റാർ രജനി സാറിന് വേണ്ടി ദർബാർ. ഉള്ള കാര്യം പറയാമല്ലോ, ഈ ദർബാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ കണ്ടതല്ല, ഫോണിൽ OTT റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻട്രോ കണ്ടിട്ട് ഞാൻ ഓഫാക്കി വെച്ച പടമാണ് ഇൻട്രോ. അത് കണ്ടപ്പോൾ എനിക്ക് മതിയായി. ലേറ്റസ്റ്റ് സൽമാൻ ഖാന് വേണ്ടി സിക്കന്ദർ. ഇത്രയാണ് പുള്ളി ഡയറക്ഷൻ ചെയ്തിട്ടുള്ള സിനിമ. ഇപ്പം പുള്ളിയുടെ രാശി തെളിയാൻ വേണ്ടി ഇപ്പം മദ്രാസിയിലോട്ട് വന്ന് മദ്രാസി ഈ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ, അതായത് പുള്ളി കുറേ നാളുകൊണ്ട് കിടന്ന് വരുന്നുണ്ട് ഒരു ഗതി പിടിക്കാൻ വേണ്ടി. പക്ഷേ ഈ പടത്തിലും പഴയ അനുഭവം തന്നെയാണ് എനിക്കും കിട്ടിയത്. ഈ പടം പാളിയത് എവിടെയാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രിപ്റ്റില്ല. ഈ AR മുരുകദാസ് തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും. പക്ഷേ പോരാ. പിന്നെ പടത്തിലോട്ട് വരുവാണെങ്കിൽ അതിൻ്റെ ആക്ടർ ശിവകാർത്തികനും രുക്മിണി വസന്തിയാണ് ഇതിൻ്റെ ആക്ട്രസും. രുക്മിണി വസന്ത് കുഴപ്പമില്ല. പിന്നെ ശിവകാർത്തികൻ്റെ ആക്ടിങ് എന്ന് പറഞ്ഞാൽ ശിവകാർത്തികൻ ചിലയിടത്ത് ഓവറായി പോയിട്ടുണ്ട്, ചിലയിടത്ത് പുള്ളിയുടെ ആക്ഷൻ സീനൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ചിലയിടത്ത്. പക്ഷേ അറിയാമല്ലോ, പുള്ളി വിജയെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പുള്ളി ആ ഒരു വിജയുടെ ഒരു പാറ്റേൺ പിടിച്ച പുള്ളി പടം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതി തന്നെ ആണ് പുള്ളി ഇതിനകത്തും ചെയ്തേക്കുന്നത്. എങ്കിലും ഈ പഴയ, അതായത് സ്പൈഡർ, സർക്കാർ, ദർബാർ, സിക്കിന്ദർ ഇങ്ങനെയൊക്കെയുള്ള കോടാലിപ്പടത്തിനെക്കാട്ടിലും അത്യാവശ്യം നല്ല സിനിമ മദിരാസി. ചില സീനുകൾ സീൻ കാണിക്കാൻ വേണ്ടി അവർ കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പ്രതീക്ഷിക്കുന്ന അത്രയും ഉയർന്നിട്ടില്ല. എന്നിട്ട് ഇതിനകത്ത് അനിരുദ്ധാണ് ഇതിനകത്ത് മ്യൂസിക് ചെയ്തേക്കുന്നത്. മ്യൂസിക് ആണെങ്കിൽ അതിനകത്ത് ചില മദിരാസി എന്നൊക്കെ പറയുന്നുള്ള ഒരു തീം സോങ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരു ചില മാസീനാന്ന് വിചാരിച്ചാണ്. അതൊന്നും വർക്കായിട്ടില്ല. ആ സീനൊന്നും വർക്കായിട്ടില്ല. പിന്നെ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ പ്രീ ക്ലൈമാക്സിന് മുമ്പ് ഒരു ഫൈറ്റ് ഉണ്ട്. ക്ലൈമാക്സ് ഫൈറ്റ് അല്ല, അതിന് മുമ്പ് ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. എൻ്റെ ഇന്നത്തെ പെർഫോമൻസ് ആയാലും SKയുടെ ശിവകാർത്തികൻ്റെ പെർഫോമൻസ് ആയാലും കൊള്ളാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വില്ലനായിട്ട് വന്ന 2 പേരാണ്. ഒന്ന് കിങ് ഓഫ് കൊത്തയിലെ ഒരു കോമാളി വില്ലൻ അറിയാലോ. ഇതിനകത്തും പുള്ളി കോമാളി തന്നെയാണ് ചെയ്തേക്കുന്നത്. പുള്ളി വില്ലത്തരം കാണിക്കാൻ വേണ്ടി കിടന്ന് മുഖം കൊണ്ട് ഗോഷ്ടി കാണിക്കും. പക്ഷേ നമുക്കത് കാണുമ്പോൾ ചിരിയ വരുന്നത്. പുള്ളിയുടെ മാക്സിമം പുള്ളി ഇത് ആ ഒരു ക്യാരക്ടർ പൊക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ പൊങ്ങുന്നില്ല. പുള്ളിയെ കൊണ്ട് പറ്റുന്നില്ല. ആ സ്വാഗതവും പുള്ളിക്കില്ല. ഈ ഒരു കാസ്റ്റിംഗ് തന്നെ ബോറായിട്ടാണെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിനകത്ത് വിദ്യുത് ജമാൽ വരുന്നുണ്ട്. അതായത് തുപ്പാക്കിയിലെ വില്ലൻ. തുപ്പാക്കിയിൽ ഏത് ലെവലിൽ ചെയ്തു വെച്ചേക്കുന്ന വില്ലത്തരമാണെന്ന് ആലോചിച്ച് നോക്കണം. പക്ഷേ ഇതിനകത്തോട്ട് വരുമ്പം പുള്ളിക്ക് തമിഴ് അറിയാത്തതുകൊണ്ടാണെന്നോ പുള്ളി ഡയറക്ടർ ബ്രില്യൻസ് ആണെന്ന് തോന്നുന്നു, പുള്ളിയെ ഒരു ക്ലൈമാക്സ് വരെ ഒരു ബെഡേ കിടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ചാടി എഴുന്നേറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ലോജിക്ക് തൊട്ട് തീണ്ടിയിട്ടില്ല. ലോജിക്ക് ഇത് എവിടെ, ഒരു ലോജിക്കും ഇല്ലാത്തൊരു സ്റ്റോറിയാണ്. ഒരു സിനിമയാകുമ്പോൾ കുറച്ചെങ്കിലും ലോജിക്ക് വേണ്ടേ. പിന്നെ അത് ഗൺ ഷോട്ട് ഉണ്ട്. ചുമ്മാതെ കിടന്നങ്ങ് കറങ്ങി ഒരു ആരെ വെടിവെക്കുന്നതെന്ന് പോലും കാണിക്കുന്നില്ല. ചുമ്മാതെ അങ്ങ് വെടിവെക്കുക, കറങ്ങി എന്തൊക്കെയോ വെടിവെച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ആകെ 2 ഗൺ ഷോട്ടുകൾ കൊള്ളാം. ഒന്ന് വിദ്യുത് ജമാലിൻ്റെ ഒരു ഗൺ ഷോട്ടും കൊള്ളാം. പിന്നെ SK അല്ല, അങ്ങനെ നിങ്ങൾ സിനിമ കാണുമ്പോൾ അറിയാം, ഗൺ ഷോട്ട് തലയ്ക്ക് നെറ്റിക്ക് വെക്കുന്ന ഒരു ഷോട്ടുണ്ട്. അതും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അല്ലാതെ ഇതിനകത്തൊന്നും എനിക്ക് പേഴ്സണലി ഞാൻ പ്രതീക്ഷിച്ചു പോയ ഇപ്പോൾ ഒരു മുരുകദാസിൻ്റെ പഴയ ഈ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ദീനക്കൊക്കെ മുമ്പ് എഴുതി വെച്ച സ്റ്റോറിയാന്ന് തോന്നുന്നു പുള്ളി ഇപ്പം എടുത്ത് ഡയറക്ഷൻ ചെയ്തതെന്ന് വെച്ചാൽ പൊടി തട്ടിയൊക്കെ എടുത്തിട്ട് ഡയറക്ഷൻ ചെയ്ത് ഞാൻ തോന്നുന്നു. പിന്നെ ഈ പടമാണോ ഷാറുഖ് ഖാന് കൊടുത്തതിനൊക്കെ വന്ന് തള്ളുന്നുണ്ടായിരുന്നു. എന്തോ കണ്ടിട്ടാണെന്ന് എനിക്കറിയത്തില്ല.
അങ്ങനെ മൊത്തത്തിൽ ഒരു ലാഗടിപ്പിച്ച് വെറുപ്പിച്ച ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ബിജു ജമാലിൻ്റെ കാര്യം വില്ലത്തരമാകുമ്പം ഒന്ന് പടം അവസാനിപ്പിക്കണ്ടേ. അപ്പം ഇതിൻ്റെ അവസാനം ബിജു ജമാലിനെ തട്ടണം, അത് അങ്ങനെ കഥ അവസാനിക്കുമല്ലോ. അങ്ങനെ തട്ടുന്നുണ്ട്. എങ്ങനെയാന്ന് പറഞ്ഞാൽ ഏറ്റവും ഫ്രഷ് ആയിട്ടാണ് തട്ടുന്നത്. അതൊക്കെ കത്തിക്കകത്ത് വില്ലിനെ കൊല്ലുന്ന പോലെയല്ല, അങ്ങനെ ഒന്നുമല്ല കൊല്ലുന്നത്. അപ്പോൾ അതേപോലെ തട്ടുന്നുണ്ട്. പിന്നെ എല്ലാവരും ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് ടേലൻ്റ് ഉണ്ടല്ലോ, ടേലൻ്റ് പോസ്റ്റ് ക്ലൈമാക്സ് കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക. ഞാൻ വിചാരിച്ച് ഇനി ബിജു ജമാൽ ചാടി എഴുന്നേറ്റ് വന്ന് നമുക്ക് ഇനി അടുത്ത പാർട്ടി കാണാം, ഓക്കെ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തുന്നതായിരിക്കും, കോൾ ചെയ്ത് നിർത്തുന്നതായിരിക്കും എന്നാണ് എനിക്ക് ഒന്ന് തോന്നിയത് കോമഡി ആയിട്ട്. ഇൻ്റർവെൽ സീന് ഏറ്റവും ഒരു പഞ്ച് കൊടുക്കേണ്ടതാണ്. ഇൻ്റർവെൽ സീന് ഇതിനകത്ത് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം പഞ്ചോടെ കൊണ്ടുവന്നിട്ട് കുളമാക്കി കൊടുത്തിട്ടുണ്ട്. ഇൻ്റർവെൽ സീന് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് മൊത്തത്തിൽ ഒരു ആവറേജ് താഴെ നിൽക്കുന്ന ഒരു പടം. രക്ഷയില്ല. ഈ തമിഴ്നാട്ടിൽ ഓടുവോ ഒന്ന് കണ്ട് അറിയാം. അപ്പോൾ ഇന്ന് ഓണമായിരുന്നു. അപ്പോൾ ഈ കാണാൻ വരുന്ന പ്രേക്ഷകർ എന്ന് വെച്ചാൽ ഈ ഇപ്പം മുരുകദാസിനോടാണ് പറയുന്നത്, ഈ കാണാൻ വരുന്ന പ്രേക്ഷകർ ഊളകളല്ല. അപ്പം പണ്ടത്തെ സ്റ്റോറി എടുത്ത് വിഡ്ഢികളാക്കാൻ നോക്കല്ലേ. അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ്, ഈ ഒരു 2025 സ്റ്റാൻഡേർഡെങ്കിലും പിടിച്ച് പടം ചെയ്യാൻ നോക്ക്. ഇന്നത്തെ ശിവകാർത്തികേയൻ പുള്ളിയുടെ അങ്ങേയറ്റം പുള്ളിയുടെ പെർഫോമൻസ് ബേസിൽ നല്ലൊരു ഔട്ട്പുട്ട് പുള്ളി കൊടുത്തിട്ടുണ്ട്. പക്ഷേ കാര്യമില്ല, പടം പൊങ്ങിയിട്ടില്ല, അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.